ഉസ്താദ് പറഞ്ഞു മദീന മുറ്റടുത്തേക്ക് വരാമെന്നാണ്. ഉസ്താദേ, നിങ്ങളെ നാട്ടിലേക്ക് മദീന വരുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, അത് നിങ്ങളെ സൗകര്യം. ഞാൻ മരിച്ചാൽ എൻ്റെ നാട്ടിലേക്ക് മദീന വരും. ഞാൻ മദീനയുടെ ആശിഖാണ്, ഞാൻ മുസ്തഫ നബിൻ്റെ ആശിഖാണ്, ഞാൻ ഹലീമ ബീവിയുടെ ആശിഖാണ്, ഞാൻ അബ്ദുള്ള എന്നൊരു ആശിഖാണ്, ഞാൻ അബ്ദുൽ മുത്തലിബിൻ്റെ ആശിഖാണ്. അവരൊക്കെ വലിയ ആളുകളാണ്. ഞാൻ അവർക്ക് വേണ്ടി ജീവൻ കാണാൻ തയ്യാറാണ്. നിങ്ങളൊരാൾ അബ്ദുൽ മുത്തലിബിനെ ആക്ഷേപിക്കും, എൻ്റെ വിവരം അറിയും, നിങ്ങൾക്ക് വിവരം അറിയും. ഒരാമിനെ ആക്ഷേപിക്കും, വിവരം അറിയും. ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്താണ് ഞാൻ വിവരം അറിയും. എനിക്കൊരു വലിയൊരാണ് സിദ്ദീഖുൽ അക്ബർ. ഇവിടെ ഒരാളോട് പറഞ്ഞു കൊടുക്കേണ്ടതില്ല. സിദ്ദീഖുൽ അക്ബർ മാനാന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ നാം സുന്നാന്ന് പറഞ്ഞെടുക്കണവർക്കെന്നെ അറിയില്ല. ആര്? ആമിനബി മാതിയാണ്. ആമിനബി മാതി അല്ലെങ്കിൽ റസൂൽ എന്നാണ്. എന്താന്ന് വിചാരിച്ച് ജലീലിൻ്റെ പള്ളി പേറിയ ആൾ മാതിയല്ല എന്താണ് വിചാരിച്ച്? 5 വക്ത് നിസ്കരിച്ച് മുഅ്മിനത്തായി ജീവിച്ച എൻ്റെ ഉമ്മാൻ്റെ കോടാനക്കോടി ഇരട്ടി മതിയാണ്. ആര്? ആമിനബി. അതിനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല, ഇരട്ടി എന്ന് പറയാൻ പറ്റില്ല. അതിൻ്റെ മഹത്വം എന്നാ അങ്ങനെയാണ്. എന്തുകൊണ്ട്? ഇത് ജലീലിനെ തൊട്ടതാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രക്കിടയിൽ ദാഹിച്ചു, ഭക്ഷണമില്ല. അപ്പോൾ ഒരു വീട്ടുകാരോട് അന്വേഷിച്ചു, ആരോ എന്തെങ്കിലും ഇവിടെ ഉണ്ടോ? അപ്പോൾ അവർ പറഞ്ഞു ഒന്നുമില്ല, ഇവിടെ ഒരു പാല് പറ്റിയ ആടാളുള്ളത്. അപ്പോൾ ഹബീബ റസൂലുള്ളാഹി വീട്ടിൽ പോയി. എന്നിട്ട് അപ്പോൾ ആ പാല് പറ്റിയ ആട്, എന്നിട്ട് മനസ്സിലായില്ല, പാലില്ലാത്ത ആട്. ആ ആടിൻ്റെ ഭാഗത്തിലേക്ക് ഹബീബ നബി ചെന്നു. എന്നിട്ട് എന്ത് ചെയ്തു? ആ ആട്ടിൽ നിന്ന് ഇങ്ങനെ കറന്നു. എല്ലാവരും കുടിച്ചു, ആ വീട്ടുകാരും കുടിച്ചു, എല്ലാവരും കുടിച്ചു. പിന്നെ നബി യാത്ര. പിന്നെ ഗ്രാമവാസികൾക്ക് ആ ആടിൽ നിന്ന് പാല് കിട്ടും. ഒരു ദിവസം നാട്ടുകാർ എപ്പോൾ കുഴങ്ങിയാലും ആടിൻ്റെ ആടുപാലും എന്ത് ആകട്ടിൽ മുസ്തനബി ഒരു വട്ടം തൊട്ടിട്ടുണ്ട്. ഒരു വട്ടം തൊട്ടിട്ടുള്ളൂ. കൈ തൊട്ടം തൊട്ടപ്പോൾ ആടിൻ്റെ മരണം വരെ ഏത് ജാവില്ല, ഉച്ചല്ല, പകലില്ല, രാത്രിയില്ല, കുഴങ്ങിയോലൊക്കെ എന്ത് ചെയ്യും? ആടിൻ്റെ കാട്ടിൽ കൈ വെക്കും, ആടിന് പാല് കൊടുക്കും. എന്തേ? ഒരിക്കൽ ആ ആടിൻ്റെ അകട്ടിൽ ആരും കൈവച്ചിട്ടുണ്ട്, കൈവച്ചിട്ടുണ്ട്. അതാണ് കാര്യം. ഈ മല്ലവർക്ക് മനസ്സിലാവും, പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ കണ്ണുകടിയാ കുറേ ആൾ. അതിന് മരുന്നും ഇല്ല. ചിലക്ക് കണ്ണുകടിയ, മരുന്നെന്ത്? അതൊക്കെ നിർത്തിയാലോ എന്ന് ഞാൻ ആഗ്രഹിക്കും. 1 മിനിറ്റിൽ പിന്നെ ആഗ്രഹിക്കും. അത് പറ്റൂലല്ലോ. നിങ്ങൾ തകരുകയാണ് അവരുടെ രോഗം മാറാനുള്ള കാരണം. അവരുടെ ഹൃദയത്തിൻ്റെ രോഗം മാറണമെങ്കിൽ നമ്മളാണ് തകരണം. നമുക്ക് തകർന്നു കൊടുക്കായിരുന്നു, പക്ഷെ ഒരുപാട് നന്മ നഷ്ടപ്പെട്ടുപോലെ നമുക്ക്. നിങ്ങളെന്താ അതൊക്കെ ചിന്തിക്കാത്ത? ഒരാട് പച്ചവെള്ളാക്കിയിട്ട് കൊടുത്തു. ഇവിടെ പറഞ്ഞില്ലേ, പച്ചവെള്ളമാക്കി ഒരു തോൽപാത്രത്തിൽ പറഞ്ഞില്ലേ. ആ തോൽപാത്രം പിന്നെ തുറന്നപ്പോൾ എന്താണുള്ളത്? പാലും പാൽക്കട്ടിയും. അവരിങ്ങനെ പച്ചവെള്ളാക്കി കൊടുത്തതാണ് ഒരു തോൽപാത്രത്തിൽ. ആ വ്യക്തി പിന്നെ അതിന് എന്ത് കുടിച്ചു? കാരണം അതിൽ വെള്ളാക്കി കൊടുത്ത മുത്തുനബിയാണ്. അപ്പൊ വെള്ളത്തിന് പിന്നെ അവിടെ പാലും വെണ്ണയും ആകാതിരിക്കാൻ പറ്റൂല. ഇത് റഹ്മത്തുൽ ആലമീൻ അല്ലാഹുവിന്റെ റസൂലിനെ തൊട്ടാള്. അതെങ്ങനെ തൊട്ടാലും വേണ്ടില്ല, അത് റഹ്മത്തുൽ ആലമീനാണ്. ഈ ലോകം അവസാനിക്കുന്നത് വരെ അതിൻ്റെ വ്യാഖ്യാനം പറഞ്ഞാൽ നമുക്ക് അവസാനിക്കാൻ കഴിയില്ല. പുണ്യ റസൂലിൻ്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? ഈ ലോകത്തുള്ളവർ മുഴുവനും നാവ് കൊണ്ട് പറഞ്ഞാലും അല്ലേ, ഫഇന്ന ഫളല റസൂലില്ലാഹി ലൈസ ലഹു ഹദ്, അതിന് ഹദ്ദില്ല. ഒരു നാത്തിക്കും ബിഫമിൻ, വായു കൊണ്ട് ഒരു സംസാരിക്കുന്നവന് അത് പറഞ്ഞു തീർക്കാൻ കഴിയൂല, ഒരിക്കലും കഴിയില്ല. അതാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ എൻ്റെ യൂഫ്രട്ടീസിലെ സ്വർണ്ണമലകൾ എന്നതുകൊണ്ട് ഉദ്ദേശിച്ച ഒരു കാര്യമുണ്ട്. ഞാനത് റസൂലുള്ളാഹിനെ കാണാണ്. ഇന്ന് ലോകം മുഴുവൻ പറയാണ് പ്ലാസ്റ്റിക്കാണ് ഭൂമിയുടെ അന്തകൻ. ഇത് 1400 കൊല്ലം മുമ്പ് പറഞ്ഞ മനുഷ്യനേക്കാൾ വലിയ മനുഷ്യനാര്? അതാണ് പറഞ്ഞത്.
അതിൻ്റെ ചിത്രത്തിലൊക്കെ നബിയെ കാണുന്നത്. അതിൻ്റെ ഓരോ പേജിൽ നബിയുണ്ട്. കാരണം ഇതൊക്കെ പാടില്ല കേട്ടോ, നിങ്ങൾക്ക് അപകടമാകും എന്ന് പറഞ്ഞതാരാ? പുണ്യ റസൂലാണ്. മനുഷ്യന് പ്ലാസ്റ്റിക്കിൻ്റെ പ്ലാന്ന് പറയാത്ത കാലത്ത് അന്ന് പറഞ്ഞ് മുത്തു മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ ചിന്തിക്കണം. നമ്മൾ പലതിനെയും മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. ലോകാവസാനം ഒരു ദുഹാൻ വരുമെന്നാണല്ലോ നമ്മൾ വിചാരിക്കുന്നത്. നമ്മൾ കാത്തിരിക്കുക ദുഹാൻ 1900 വന്നു കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ കട്ടി കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ദുഹാൻ ഉണ്ടായി എന്നതിന് ഒരു വരവിരക്കുകയാണെങ്കിൽ 1900 ദുഹാൻ തുടങ്ങിയിട്ടുണ്ടാകുമെന്നാണ് എൻ്റെ വിശ്വാസം. ദുഹാൻ തന്നെ. പണ്ട് ദുഹാൻ ഉണ്ടാകാൻ നോക്കി, പക്ഷെ ദുഹാൻ പിന്നെ ഉണ്ടാകാൻ കഴിഞ്ഞില്ല. ദുഹാനെ വഴിതിരിച്ചു വിടാനുള്ള ശ്രമങ്ങൾ നടന്നു. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായത് മുതൽ തന്നെ ദുഹാനെ ശ്രമിച്ചിട്ടുണ്ട് പുറത്തു വരാൻ. പക്ഷെ അന്നൊന്നും ദുഹാനെ പുറത്തു വരാൻ കഴിഞ്ഞില്ല. അങ്ങനെയാണ് പുകയില്ലാത്ത ആലുവ അടുപ്പുകൾ. നിങ്ങൾ കേട്ടില്ലേ? എന്ത് പുകയില്ലാത്ത ആലുവ അടുപ്പുകൾ. പുകല്ലേ? ഉണ്ട്. പക്ഷെ പുക ഉള്ളിലേക്ക് വരാതെ നോക്കുന്നതിൻ്റെ വേണം. പുകയില്ലാത്ത ആലുവ അടുപ്പുകൾ എൻ്റെ പറയണോ? ഞാൻ എന്നെ മനസ്സിലാക്കണം. പുകയില്ലാത്ത ആലുവ ഞാൻ ഒരുപാട് കാലം ആലോചിച്ചൊരു വാക്കാണ്. എത്രയോ ഞാൻ ആലോചിച്ചിട്ടുണ്ട്. എൻ്റെ ഡ്രൈവർമാർക്കൊക്കെ അതറിയാം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയും പുകയില്ലാത്ത ആലുവ അടുപ്പുകൾ എന്ന്. എൻ്റെ എത്രയോ ആളുകൾക്കറിയാം. എൻ്റെ ചെറിയപ്പൻ എന്നാണ് എൻ്റെ ഡ്രൈവർ ഉണ്ടായിരുന്നു 2003. അവന് സ്ഥിരമായി ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഞാൻ പറയും പുകയില്ലാത്ത ആലുവ അടുപ്പുകൾ എന്ന്. അത് ഞാൻ കാറിലിരുന്ന് ഇത് ചിന്തിക്കും, പുകയില്ലാത്ത ആലുവ അടുപ്പുകൾ. എന്താണ് ഈ പുകയില്ലാത്ത കാരണം പുകയില്ലാതാവില്ലല്ലോ. ഞാൻ ഈ പുകയില്ലാത്ത ആലുവ അടുപ്പുകളെ കുറിച്ച് കൊല്ലങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്. ഒഴിവിട്ടുകളൊക്കെ ചിന്തിക്കും പുകയില്ലാത്ത ആലുവ അടുപ്പുകൾ എന്താ പറയുന്നത്. അങ്ങനെയാണ് അത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ചിന്തിച്ച ഒരുപാട് കാര്യങ്ങൾ. അതിലാണ് എന്ത് വേദനയില്ലാത്ത കാതുകുത്ത്. അതെനിക്ക് മനസ്സിലാക്കാനേ കഴിഞ്ഞില്ല. ജ്വല്ലറിൻ്റെ ഒക്കെ പുറത്തുണ്ടാവും വേദനയില്ലാത്ത കാതുകുത്ത്. അത് ഞാൻ എന്നെ പോയി കാലാലോചിച്ചപ്പോൾ എന്താണ് വേദനയില്ലാത്ത കാതുകുത്ത്. ചിലപ്പോൾ കാത് പറ്റിക്കലായിരിക്കും. ഇതൊക്കെ കുത്തിയത് എന്തുണ്ടാവും? വേദന ഉണ്ടാവും. വേദനയില്ലാത്ത കാതുകുത്തി. അതിപ്പോൾ എങ്ങനെയാണ് റബ്ബേ? ഒരുപാട് കാലം. പിന്നെ നമ്മൾ ചില സമയത്ത് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ വെറുതെ പറഞ്ഞു പോകും. അപ്പോൾ ഡ്രൈവറും ചിരിക്കും, നിങ്ങൾ കുറേ കാലമായാലും പറയുന്നത് പുകയില്ലാത്ത ആലുവ അടുപ്പ്. ആ ചെറിയ പുകയൊക്കെ മനപ്പാടാണ്, എൻ്റെ ദിക്റാണ് പുകയില്ലാത്ത ആലുവ അടുപ്പ്. പുകയുണ്ട്. പുകയെ തിരിച്ചുവിടാൻ അതിൻ്റെ യോഗ്യന്മാർക്ക് കഴിഞ്ഞു. പുക ഉള്ളിൽ വന്നില്ല. 1900 പുക ഉള്ളിലേക്ക് കയറി. ഇപ്പം പുക ഉണ്ട്. അതെന്താണെന്ന് പിന്നെ പറയാം. ദുഹാനൊക്കെ അതാണ് സ്പിരിച്വലി ദുഹാൻ. പിന്നെ ഇപ്പോൾ ഒരു എയർ പൊല്യൂഷൻ വേറെ വരും. അതിന് ലോകത്തെ ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് എന്ത്? എയർ പൊല്യൂഷൻ. പക്ഷെ സ്പിരിച്വൽ പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നേരത്തെ തുടങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോൾ പൊല്യൂഷനിലാണുള്ളത്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? ചിന്തിക്കും. ഖിയാമത്തിനാണ് ഒരു ദുഃഖം വരും. ആ ദുഃഖം 2 തരത്തിലുണ്ട്. സ്പിരിച്വൽ ദുഃഖാൻ 1900 തുടങ്ങി. ഇപ്പോൾ ദുഃഖാന്റെ സമാനാണ്. ദുഃഖാനെ കുറിച്ച് നമ്മുടെ പുസ്തകമുണ്ട്. ഇൻഷാ അല്ലാഹ് വരും അടുത്ത്. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. എന്താണ് ദുഃഖാൻ? എന്താണ് ദുഃഖാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇൻഷാ അല്ലാഹ് അതെനിക്ക് എൻ്റെ റബ്ബ് തന്ന ഒരു തൗഫീഖാണ്. അത് മനസ്സിലാക്കിയാൽ നമുക്ക് ശരിക്കും കാര്യങ്ങൾ മനസ്സിലാക്കും. അപ്പം എന്താണ് പുകയാണെന്ന് മനസ്സിലാക്കും. കാര്യം എന്താണ് പുക എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയും. ഇത് മനസ്സിലാക്കിയാൽ മാറി നിൽക്കും. പുക കൂടിയാൽ പിന്നെ എന്താ ചെയ്യേണ്ടത്? നീ നിന്റെ വീട്ടിലിരിക്കണം. അങ്ങനത്തെ ഒരു കാലം വരും. ഇനി പുക കൂടും. പള്ളിക്ക് ജമാഅത്തിന് പോകാൻ പറ്റാതെയോ? പുക കൂടും. ഒരു വയല് കേൾക്കാൻ പറ്റാതെയോ? വയല് പുകയാവും. ഒരു വയല് പുകയാവും. നിങ്ങൾ കണ്ടോളൂ, ഇതൊക്കെ പുകയാണ്. ജനങ്ങൾക്ക് വസ്തുതയുടെ 1% അറിയില്ല. 10% പിന്നല്ലേ, 1% അറിയില്ല. ഇത് സത്യമാണ്. അതൊക്കെ സത്യമാണ്.
എനിക്ക് ആധുനിക അറബികളെ ഇഷ്ടമില്ല. ഇല്ല ഇല്ല, ഇഷ്ടം എന്തിനാ? ഞാൻ ഇന്ത്യ രാജ്യത്തിൽ നീതി അടച്ച് ജീവിക്കുന്ന ഒരാളാണ്. എന്താ എനിക്ക് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്? ഞാനിവിടെ നീതി അടക്കുന്ന ആളല്ലേ? നിങ്ങളിന്നെ പുറത്തേക്ക് ഞാൻ ആധുനിക നഗരിയില്ല, പിന്നെ പുറത്താക്കാൻ കൊടുക്കുക. എനിക്ക് ആധുനിക അറബികളെ ഇഷ്ടമില്ല. ഞാൻ വീണ്ടും പറഞ്ഞു, എനിക്ക് ആധുനിക അറബികൾ ഇഷ്ടമില്ല. അറബികളെ ഇഷ്ടപ്പെടുമെന്ന് നബി പറഞ്ഞിട്ടില്ല. നബി പറഞ്ഞിട്ടുണ്ട്, എനിക്കിഷ്ടമില്ല. നബി പറഞ്ഞത് ആരെയാണ് തിരിയാത്താൻ അന്തക്കേട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാവരും ഇഷ്ടപ്പെടുന്നു. അറബികളൊക്കെ ഇഷ്ടപ്പെടുന്ന അതിൽ അബൂജഹൽ മുടൂലെ ഓനും അറബിയല്ലേ, ഉത്ബത്ത് അറബിയല്ലേ, ഹമാക്കത്ത് തലയൊക്കെ ജാഹിലായ കാക്ക ഷൈബത്ത് അറബിയല്ലേ, വലീദ് അറബിയല്ലേ, മുഹമ്മദ് അബ്ദുൽ വഹാബ് അറബിയല്ലേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി വിശ്വസിച്ച അറബിയല്ലേ മുഹമ്മദ് അബ്ദുൽ വഹാബ്. അവനാണ് ആഖിർ സമാനിലെ ശൈത്താൻ. എത്ര സുന്നി നേതാക്കന്മാർ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ആര് പഠിപ്പിക്കണം? ഇതൊന്നും പറയലല്ല. അങ്ങനെ ഉണ്ടല്ലോ, സാധനം നിറഞ്ഞു കിടക്കുമ്പോൾ ഇടക്കിടക്ക് ഓട്ടയിൽ കൂടെ പൊട്ടുമല്ലോ, പൊട്ടുന്നതാണ്. പറച്ചിൽ ഇപ്പോൾ പോയിട്ടില്ല, അത് ഓട്ടയിൽ കൂടെ പൊട്ടുകയാണ് അവിടെ ഇവിടെ. നിങ്ങളെ ഫത്വവിനെന്ന വലിയ വില എനിക്കില്ല. ഞങ്ങൾ ചില ആളുകൾ പറഞ്ഞ ആൾ തനിച്ച മുർത്തദ്ദാണ്. ആയിക്കോട്ടെ, എൻ്റെ ഫത്വവിന് ആർക്ക വില? ഈ മുർത്തദ്ദാണെന്ന് നോക്കോ. എനിക്ക് സ്വർഗം കിട്ടിയില്ല, എനിക്ക് നഷ്ടം. എനിക്ക് സ്വർഗം കിട്ടി, എനിക്ക് സ്വർഗം കിട്ടാൻ എനിക്ക് എന്ത് ബാധ്യതയുള്ളത്? എനിക്ക് സ്വർഗം കിട്ടണമെന്ന് നിനക്കെന്ത് ബാധ്യത? എൻ്റെ നഫ്സിനല്ലേ നോക്കണ്ട്? എനിക്ക് സ്വർഗം വാങ്ങിത്താൻ നിങ്ങൾക്ക് ലോകിക്ക് ഇത്രയും ബുദ്ധിമുട്ടുകൾ എന്തിനടങ്ങാറാണ്? എൻ്റെ കാര്യം ഞാനല്ലേ നോക്കണ്ട്? അപ്പം ഇതൊന്നും മറുപടിയല്ല, ഇതൊന്നും വർത്താനവും ഇല്ല. പിന്നെ ചില ആളുകൾക്ക് കണ്ണ് കടിക്കും മരുന്നും ഇല്ല. ജലീലാണ് മുഹമ്മദ് മുസ്തഫ. തൊട്ടവരൊക്കെ നാട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തൊട്ടവരൊക്കെ നാട്. അത്രയും വളർമുള്ള ആളാണ് ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ശശി തരൂർ ഒരിക്കൽ ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ സെക്രട്ടറി ആവാൻ നോമിനേറ്റ് ചെയ്യപ്പെട്ടതാണ്. അന്ന് ഇന്ത്യക്കാരിലെ മുഴുവൻ ഇന്ത്യക്കാരും ആഗ്രഹിച്ചു പോയതാണ്. ഞാൻ കോൺഗ്രസ്സുകാരനല്ല, ഞങ്ങൾക്കറിയാലോ. പക്ഷെ അതേസമയത്ത് ഞാൻ അടക്കം അന്നത്തെ ആഗ്രഹിച്ചതാണ്. ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറലാവാൻ സാധ്യത ഉണ്ടായിരുന്നു. ആര്? ശശി തരൂർ. അവളെല്ലാം ഇന്ത്യക്കാരൊക്കെ അത് ആഗ്രഹിച്ചു. എന്തുകൊണ്ട്? അത് ഭൗതികമായി ഏറ്റവും വളർമുള്ള ഒരു സ്ഥാനമാണ്. ആ സ്ഥാനത്ത് നമ്മുടെ രാജ്യത്തെ ഒരാളായാൽ നമ്മളിപ്പം തൊട്ടില്ല, അത് നമുക്ക് പലതും നടക്കും. ഒരു അമേരിക്കൻ എയർപോർട്ടിൽ നിന്ന് നമ്മളെ ഒരാൾ ചോദ്യം ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാലോ നമ്മൾ ശശിയുടെ നാട്ടുകാരനാണ്. എന്തേ പറഞ്ഞൂടെ? കാരണം വളർമുള്ള ആളെ തൊട്ടാണ്. ഞാൻ ആഗ്രഹിച്ചതാണ് ആ സെക്രട്ടറി ജനറൽ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് എല്ലാ ഇന്ത്യക്കാരും, ഞാൻ വല്ലാതെ ആഗ്രഹിച്ചാണ് ശശി തരൂർ ആയിരുന്നെങ്കിൽ. പക്ഷെ അത് അകന്നുപോയി. ഇന്ത്യക്കാർക്ക് വന്നൊരു കൈഭാഗ്യം നഷ്ടപ്പെട്ടു പോയി. ഞാൻ ഇത് പറഞ്ഞൊരു ഭൗതികമായ സ്ഥാനം, ആ സ്ഥാനത്തെ ആ വ്യക്തിയെ പേരിനെങ്കിലും ശശി തരൂർ നമ്മൾ അറിയേണ്ട ആവശ്യമല്ല. അങ്ങനെ ആവശ്യമുണ്ടോ നമുക്ക്? ഈ വ്യക്തി നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. എന്നാൽ നമുക്ക് എന്ത് പറയാം? നമുക്ക് നാട്ടിൽ പോയി പറയാം ഞങ്ങൾ ഗാന്ധിജി നാട്ടിൽ നിന്ന് വരുന്നത്. ഗാന്ധിജി നമ്മൾ കണ്ടിട്ടുണ്ടോ? നമ്മൾ എന്തെങ്കിലും കോൺഗ്രസ് ആയിട്ടുണ്ടോ? ഞാനായിട്ടില്ല. പക്ഷെ നമ്മളൊരു ഘട്ടത്തിൽ എന്ത് പറയും? ഒരു ഘട്ടത്തിൽ വേണം ഞങ്ങൾ ഗാന്ധിജി നാട്ടുകാരാണെന്ന് പറയാലോ. എന്തുകൊണ്ട്? 20-ാം നൂറ്റാണ്ടിൽ ഭൂമി കണ്ട മനുഷ്യരിൽപ്പെട്ട ഏറ്റവും ഉന്നതനായ ഒരു വ്യക്തിയാണ്. ലോകം അംഗീകരിക്കുന്ന ആളാണ്. ശത്രു മിത്രവും എല്ലാം ആദരിക്കുന്ന ഒരു വ്യക്തിയാണ് ആര്? ഗാന്ധിജി. അപ്പൊ നമുക്ക് ഏത് നാട്ടിൽ പോയാൽ കുടുങ്ങിയാൽ എന്ത് പറയാ? ഞാൻ ഗാന്ധിജി നാട്ടുകാരനാണ്. നമ്മളെക്കാർ ആർക്ക് പറയാ? ഗുജറാത്തുകാരന് പറയാം. നമുക്ക് ഇന്ത്യക്കാരനേ ഉള്ളൂ. അയാൾ ഇന്ത്യക്കാരനും ആണ് ഗാന്ധിജി, ഗുജറാത്തുകാരനുമാണ്. അപ്പൊ നമ്മളെക്കാൾ അവർക്ക് പറയാം അല്ലേ? അങ്ങനെയല്ലേ കുട്ടി? ഇത് ജലീലാണ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിനൊന്നും വിശ്വസിക്കണ്ട. റസൂലുള്ളാഹിനെ വിശ്വസിച്ചോളി. നിങ്ങളെ നിസ്കാരം കണക്കാക്കണ്ട, നിങ്ങളെ നിസ്കാരം നോമ്പൊന്നും നിങ്ങൾ കണക്കാക്കണ്ട. റസൂലുള്ളാഹിനെ കണക്കാക്കിക്കോളി. അത്രയേ ഉള്ളൂ. നിങ്ങളെ കണക്കാക്കണ്ട, നിങ്ങളെ കണക്കാക്കണ്ട, നിങ്ങളെ കണക്കാക്കണ്ട. എന്തുകൊണ്ട്? അല്യോമ പറഞ്ഞില്ലേ, അംതാസുല്യോമ അലം അഹദ് ഇലൈക്കും യാ ബനി ആദം അല്ലാ തഅബുദു ശൈത്വാൻ ഇന്നഹു ലക്കും വഅൻ അഅ്ബുദൂനി ഹാദാ സിറാത്തുൻ മുസ്തഖീം വലഖദ് അളല്ല മിൻകും ജിബില്ലൻ കസീറാ ഫലം തകൂനു ഹാദിഹി ജഹന്നമു അല്ലതി കുൻതും തഅലൂന ഇസ്ലൂഹാ ലമ്മാ കുൻതും തക്ഫുറൂൻ അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം
വതുകല്ലിമുനാ അയ്ദീഹിം, നിങ്ങൾക്കെതിരെ നിങ്ങളുടെ കൈയെന്ന് സംസാരിക്കും. ഒത്തഷദോർജുലൂം, നിങ്ങൾക്കെതിരെ നിങ്ങളെ കാലെന്ന് സാക്ഷി പറയും. അപ്പം നീ നിന്നെ വിശ്വസിക്കണ്ട, നീ റസൂലിനെ വിശ്വസിച്ചു. അപ്പം റസൂൽ പറയും അല്ലാഹു മഗ്ഫിർ ലഹു ഫഇന്നഹു മിന്നി, നബിയെ അല്ലാഹു പടച്ചവനെ വിട്ടുകൊടുക്ക്, എൻ്റെ ഒരാളാണ്. നീ നിന്നെ വിശ്വസിക്കണ്ട, ആരും വിശ്വസിച്ചു? പിന്നെ നീ ഈ താഴെ കുത്തിയ ഈ സുജൂദിൽ കുത്തിയ ഈ കയ്യിനെ എങ്ങനെ വിശ്വസിക്കണം? ഈ കയ്യിനെക്കെതിരെ പറയും സുജൂദ് ചെയ്യണ്ടെന്നല്ല, സുജൂദൊക്കെ ചെയ്തോ, അത് അള്ളാന്റെ അമ്രാണ്. പക്ഷെ സുജൂദ് ചെയ്യാൻ നീ ഉപയോഗിച്ച കയ്യിനെ വിശ്വസിക്കണ്ട. വിശ്വസിക്കാൻ പറ്റുമോ? പറയേ. സുജൂദ് ചെയ്യാൻ നീ ഉപയോഗിച്ച മുട്ടുകുത്തിയ കാലിനെ വിശ്വസിക്കണ്ട. ആരും വിശ്വസിച്ചോ? മുസ്തഫ ഇത്രയും ജലീലാണ്, എടുത്താ തീരാത്തതാണ്, എടുത്താ തീരാത്തതാണ്. ഇപ്പം നിങ്ങളുടെ നാട്ടിലെ മുതലാളിനോട് നിങ്ങളൊരു കാര്യം പറഞ്ഞാൽ അയാൾ ചെയ്തു തരാറുണ്ട്, രണ്ടാമട്ടും ചെയ്തു തരാറുണ്ട്. വേറെ കാര്യം മൂന്നാമട്ടോ നാലാമട്ടോ അവിടെ പോകാൻ ഒരു മടിയുണ്ടല്ലോ. എന്തുകൊണ്ട്? അയാളെ കയ്യിലും എടുത്താ തീരുന്നതേ ഉള്ളൂ. റസൂലുള്ളാഹി എന്തിനാണ് ബേജാറാണ്? എന്ത് ചോദിക്കാലോ? എന്തുകൊണ്ട്? റഹ്മത്തുല്ലിൽ ആലമീനാണ്, എല്ലാ റഹ്മത്തിന്റെ കേന്ദ്രം അതാണ്. സപ്തസമുദ്രങ്ങളെക്കാളും വലിയ വെള്ളമുണ്ട് അവിടെ. 7 സമുദ്രങ്ങളെക്കാളും അതിൽ റഹ്മത്തിന്റെ ബഹറാണ്. 7 സമുദ്രത്തിലെ വെള്ളം പറ്റിയാലും ഹബീബ് എന്ന സമുദ്രത്തിന്റെ വെള്ളം ഒറ്റന്നല്ല. അറബിക്കടലിനോട് വെള്ളം ചോദിക്കാൻ മടിയാകുന്നൊരു കാലം വന്നാലും റസൂലുള്ളാഹിനോട് വെള്ളം ചോദിക്കാൻ മടിയാവുന്നൊരു കാലം വരൂല. അറബിക്കടലും പറ്റും. ഇദൽ ബിഹാറു സുജ്റത്ത്, ഇത് സുജ്റത്തല്ല, തസ്തീർ ചെയ്യപ്പെടൂല, ഇത് അവസാനിക്കൂല. ആര്? റസൂൽ മുസ്തഫ. അപ്പൊ നീ നിന്നെ വിശ്വസിക്കണ്ട, ആരെയും വിശ്വസിക്കണ്ട. ആരും റസൂലുള്ളാഹിനെ വിശ്വസിച്ചോ? അതെന്താണ് നമുക്ക് അറിയില്ല. അത് സിറൂൻ ലാ യുഫ്തഹ്, ഇതുവരെ തുറക്കപ്പെടാത്ത രഹസ്യമാണ്. മുഹമ്മദിൽ ഫനാ ആകലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വിലായത്ത്, എന്താ വിലായത്ത്? വിലായത്ത് എന്നാൽ മുസ്തഫ നബിയിൽ ഫനാ ആകലാണ്. റസൂലുള്ളാഹിൽ മുങ്ങുക. ഒരാൾ റസൂലുള്ളാഹിനെ മുങ്ങി, പിന്നെ അവനെ കാണാനില്ലാതെ, മഹബത്തിന്റെ ബഹറിലാണ് മുങ്ങിയിട്ട് പിന്നെ ആ വ്യക്തിയെ കാണാനില്ലാതെ ആയാൽ ഓനാരായി? വലിയായി. അള്ളാഹുവിൽ നിനക്ക് മുങ്ങാൻ കഴിയില്ല. എന്തുകൊണ്ട്? റസൂലുള്ളാഹിയിലേ അള്ളാഹുവിലെത്തു. ഈ ബഹറിൽ മുങ്ങിയാൽ നീ എവിടെ എത്തും? മഹാസമുദ്രം, അള്ളാഹു എന്ന അറ്റല്ലാത്ത സമുദ്രത്തിലെത്തും. അവിടേക്ക് മൂസിലാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന് എന്താ വേണ്ടത്? റസൂൽ എന്ന ബഹറിൽ മുങ്ങണം, മഹബത്തോണ്ട് മുങ്ങണം, ഫനാ ആയി മുങ്ങണം. എന്താണ് മുങ്ങാറ്? ദിക്റില്ലേ, സലാത്തില്ലേ? സലാത്ത് പറഞ്ഞാൽ പലതും ഉണ്ടോ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞിട്ടുള്ള വഹാബികൾക്കൊക്കെ ചൂട്ടുപിടിച്ചാൽ എന്ത് സലാത്താണത്? ഞാൻ അതിനെ നിശ്ചയിച്ചു എന്ന് വിചാരിക്കണ്ട. സലാത്തിന് അതിന് വില ഉണ്ടാവും. പക്ഷേ ഒരാൾ സ്വലാത്തൊന്നും ചെല്ലില്ല. ആളുടെ ജീവിതം സ്വലാത്താണെങ്കിലോ, അയാളുടെ ജീവിതം സ്വലാത്താണ്. അയാളുടെ ജീവിതം എന്താണ്? ഇക്റാം മുഹമ്മദാണ്. അള്ളാഹുവിൻ്റെ ഹബീബിനെ പറ്റി ജനങ്ങൾ കളവ് പറയാനൊരുങ്ങുന്നുണ്ടോ എന്നറിഞ്ഞപ്പോൾ സ്വഹീഹ് ഹദീസിനെ കളവായ ഹദീസുകളെ നിന്ന് സ്വഹീഹ് ഹദീസുകളെ രക്ഷപ്പെടുത്തിയ ഒരാൺകുട്ടി, ആ ആൺകുട്ടിയാണ് മുസ്ലിം ഉമ്മത്തിൻ്റെ നേതാവ് അബൂ അബ്ദില്ലാ മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബുഖാരി. ആ ആളവിടെ റസൂലുള്ളാഹിന്റെ ഖൗലിനെ രക്ഷപ്പെടുത്തിയതാണ്. ഒരു മാൻ സ്വപ്നം കണ്ടു. ഇമാം ബുഖാരി മരിക്കുന്ന രാത്രി റസൂലുള്ളാഹിനെ, റസൂലുള്ളാഹി ഒരു സ്ഥലത്ത് കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്വപ്നം കണ്ട ആൾ ചോദിച്ചു, നബി എന്തെങ്കിലും വിളിക്കണം? മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബുഖാരി വരുന്നുണ്ട്, അതിന് ഞങ്ങളിവിടെ കാക്കുകയാണ്. പിന്നെ വിവരം കിട്ടി ബുഖാരി ഇമാം മരിച്ചു. ആ രാത്രിയാണ്. യാ സുബ്ഹാനല്ലാഹ്. കണ്ടവരൊക്കെ ചീത്തറിഞ്ഞു, എല്ലാവരും ചീത്തറിഞ്ഞു. മനസ്സിൽ സ്വന്തം നാട്ടിൽ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ വന്നു. നിങ്ങൾ വിചാരിക്കണ്ട, അല്ലാഹു റസൂലിന്റെ മഹബത്താണത്. ഓരോരുത്തർക്കും ഓരോ പണിയായിരിക്കും. അത് നമ്മൾ പാടുൾക്കളെ ബുഖാരി ഇമാമാവാൻ, നമ്മൾ അതിൻ്റെ രോമത്തിൻ്റെ കതിരിലാകാൻ നമുക്ക് കഴിയില്ല. പക്ഷെ നമുക്ക് മാനദണ്ഡമാണത്. ഹബീബായ നബിയാണ് അവിടെ മാനദണ്ഡം. ഇമാം ബുഖാരിയുടെ മഹത്വം റസൂലുള്ളാഹിന്റെ മഹത്വമാണ്, ഹബീബായ നബിയുടെ മഹത്വമാണ്. ഇമാം ഷാഫിയുടെ മഹത്വം ഹബീബായ നബിയുടെ മഹത്വമാണ്. അത് ചിന്തിക്കി. അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാന്റെ ഹബീബ്, ഒരു മനുഷ്യൻ്റെ ജീവിതം റസൂലുള്ളാഹിയിലേക്കാണെങ്കിൽ ആ മനുഷ്യനെ അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അയാൾ ഫനാ ആയതാണ്. ഫനാ ആയി.
ഈ വഹാബികളെയൊക്കെ കയറൂരി വിട്ടിട്ട് നിങ്ങൾ കുറച്ച് സ്വലാത്തില്ലിട്ട് എന്താ തടയന്മാരെ കാര്യം? ആ പണി തന്നെ ഇപ്പം സുന്നികൾ നിർത്തി. ആ പണിയേ സുന്നികൾ നിർത്തി. സുന്നികൾ ഇപ്പം പുതിയ പണി തുടങ്ങി. എന്താ പണി? ആരെങ്കിലും വഹാബികളെ എതിർക്കുന്നുണ്ടെങ്കിൽ അവരെ എതിർക്കുക. അതാണ് ഇപ്പം സുന്നികൾ തുടങ്ങിയ പുതിയ പണി. അവരൊക്കെ നമ്മളാളുകളല്ലേ? ഇത് റസൂൽ പറഞ്ഞില്ല, അവർ നമ്മളാളുകളാണ്. എന്നെ കളറുന്ന ആളല്ലേ റസൂലുള്ള? മിൻ അൽസിനത്തിക്കും, നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ആളുകളാണ് പറഞ്ഞില്ലേ? നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട എൻ്റെ സമുദായത്തേക്ക് വേറുള്ളവർ കൂടുന്നല്ല പറഞ്ഞ്. എൻ്റെ സമുദായം 73 വിഭാഗങ്ങളായി മാറും. കുല്ലുഹും ഫിന്നാർ, എല്ലാവരും നരകത്തിൽ. ഇല്ലാ മില്ലത്തും വാഹിദ, ഒന്ന് മാത്രമേ സ്വർഗ്ഗത്തിൽ പോകുള്ളൂ. അപ്പോൾ റസൂൽ അങ്ങനെയല്ലല്ലോ പറയേണ്ടത്. ഓലൊക്കെ കുറച്ച് ശരിയില്ല, എന്നാലും നിങ്ങൾ ഓലൊക്കെ കൂട്ടിപ്പിടിക്കണം കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി പേര് ഞാൻ എന്തെങ്കിലും കാട്ടി എല്ലാവരും സ്വർഗത്തിലാക്കി തരാം, അങ്ങനെയല്ലേ പറയേണ്ടത്? നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. ഭയങ്കര പ്രശ്നത്തിൻ്റെ കാലഘട്ടം വരുന്നുണ്ട്. അന്ന് നിങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യരുത്, നിങ്ങൾ തമ്മിൽ വെല്ലുവിളിക്കരുത്. നിങ്ങളതൊന്നും പറയരുതട്ടാ. സംഗതിയൊക്കെ പല പാർട്ടികളാണ്. പക്ഷേ നിങ്ങളെല്ലാവരും കൂടിയാണ് സ്വർഗവാതിൽക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ ചവിട്ടിക്കയറ്റി. അങ്ങനെ ഉണ്ടല്ലോ, മറ്റേ എമിഗ്രേഷൻ ക്ലിയറൻസ് ഇല്ലെങ്കിൽ തന്നെ ഒരു ചവിട്ടിക്കയറ്റില്ല. അങ്ങനെയല്ലേ പറയേണ്ടത്? എന്തേ നബി പറഞ്ഞേ? കുല്ലുഹും ഫിന്നാർ, അവരെല്ലാവരും നരകത്തിലാണ്. ഇവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി പറയുന്ന ആളുകളാണെങ്കിൽ അതിന് എന്നെക്കാളും അറിയുന്ന ആൾ മുത്തുനബി അല്ലേ? നിങ്ങൾ അവരെ കൂട്ടിപ്പിടിക്കണം എന്ന് പറയേണ്ട ആള് നബി അല്ലേ? ഇജ്ജാര, ഞാനാരാ? ഈ സമുദായത്തെ നശിപ്പിച്ച, മാനം കെടുത്തിയ, നാണം കെടുത്തിയ, ഇതിൻ്റെ പരിശുദ്ധമായ പ്രമാണങ്ങളെ നിസാരപ്പെടുത്തിയ, ഉമ്മത്ത് മുസ്ലിമത്തിനെ കൊലപ്പെടുത്തിയ ജനങ്ങൾ പലരും വരും. ആ ജനതയെ നിങ്ങൾ തിരിച്ചറിഞ്ഞ് മാറി നിൽക്കണം. ഹബീബാ നബി എന്താ നബി പറയണ്ട്? പ്രശ്നം ഉണ്ടാക്കരുത്, മറ്റുള്ളവർ കണ്ട ഒരു ഭക്ഷണത്തിനാണ്, നിങ്ങൾ മുണ്ടിലൊന്നും ഉണ്ടാകണ്ട, സാരല്ല, പ്രശ്നമാക്കണ്ട. പലതും ഉണ്ടാവും. പ്രതിസന്ധിയുടെ കാലഘട്ടത്തിലൊക്കെ ആകുമ്പോൾ നിങ്ങൾ മുണ്ടരുത്, നിങ്ങൾക്ക് ഒന്നിച്ചു നിൽക്കണം. അങ്ങനെയല്ലേ നബി പറയണ്ട്? പ്രതിസന്ധിയുടെ കാലഘട്ടമാണ്. എടാ, തലയിൽ ഹമാക്കത്ത് കയറിയ ജാഹിലേ, സമസ്ത ഉണ്ടാക്കിയത് പ്രതിസന്ധി, ഇതിനേക്കാൾ പ്രതിസന്ധിയുള്ള കാലത്തല്ലേ? അതുണ്ടാക്കാൻ പാടില്ല. 921 2 മുസ്ലിം കഴിഞ്ഞിട്ട് 5 കൊല്ലം കഴിയുമ്പോൾ സംസ്ഥ ഉണ്ടാക്കി. 2 ആൾ 4 ആൾ കൂടി 4 വെടിവെക്കും. അതാണ് കാലം. ആരവിടെ ഭരിക്കുന്നത്? ഇന്നിവിടെ ഭരിക്കുന്നത് BJP-കാരനാണെങ്കിലും ആരാണവൻ? ഇന്നിവിടെ ഭരിക്കുന്നത് BJP-കാരനാണെങ്കിൽ അയാൾ ആരാണ്? ഇന്ത്യക്കാരനല്ലേ? ഇന്ത്യക്കാരനല്ലേ? ഇന്ത്യയിൽ നിന്ന് പുറത്താക്കി അറിയ മനുഷ്യന്മാർ. ഇന്നിവിടെ ഭരിക്കുന്ന ആരാണെങ്കിലും ആരാണ്? ഇന്ത്യക്കാരാണ്. അന്ന് സമസ്ത ഉണ്ടാക്കിയ കലവട കാലത്ത് പറ ആരാ ഭരിച്ചത്? ബ്രിട്ടീഷ്. 4 ആൾ കൂടി നിന്ന് വെടിവെക്കും. അത്ര പ്രതിസന്ധി, അതിന്റെ പകുതി പ്രതിസന്ധി ഇന്നുണ്ട്. നിന്ന് പ്രതിസന്ധിയാ. അന്നൊരു തെരഞ്ഞെടുപ്പ് നടത്തി നമുക്ക് അധികാരത്തിന് പുറത്താക്കാല. ഇന്നവരെ അന്നതിന് പറ്റൂ. എന്തേ എന്നാ പറഞ്ഞോ? ഇന്ന് ഈ പറയുന്ന ആളുകളെ പറ്റി തെരഞ്ഞെടുപ്പ് നടത്തിയാലോ? ഈ തെരഞ്ഞെടുപ്പിൽ ജനാധിപത്യ ശക്തികൾ യോജിക്കാണല്ലോ. ആർക്കെതിരെ? പറയാം, BJP-ക്കെതിരെ. എന്തുകൊണ്ട് ഇവിടെ ജനാധിപത്യ ശക്തികൾ ഒരുമിച്ച് കൂടി ഈ ശക്തിയെ പുറത്താക്കാനുള്ള സാഹചര്യം ഉണ്ട്. പുറത്താകുമല്ലേ വേറെ കാര്യം, സാഹചര്യം ഉണ്ടല്ലോ. അന്നുണ്ടോ? അക്കാലത്തല്ലേ ഉണ്ടാക്കി. ഒരു പ്രതിസന്ധിയല്ലേ മേടിച്ചത്. പ്രതിസന്ധി 947 വരുന്ന അന്ന് അറിയില്ല. ഇനി അന്ന് അക്കാലം വരെ കാത്തു നിന്നാൽ 2 3 നൂറ്റാണ്ട് പതിറ്റാണ്ട് കൊണ്ട് ഇവിടെ സ്വാതന്ത്ര്യം കിട്ടുമായിരിക്കും എന്ന് വിചാരിക്കുന്ന ഔലിയാക്കന്മാരൊക്കെ കൂടുതലുണ്ടാവും. പക്ഷെ അതുവരെ കാത്തുനിന്നാൽ ഇവിടുത്തെ കഥ ഇന്നത്തെ പോലെയാവും. ഇന്ന് വഹാബി തന്നെ സുഹാബി, സുഹാബി തന്നെ വഹാബി. ഇനി വേറെ ഏതെങ്കിലും ആബി വരാൻ പോലുണ്ടോ? ചിന്തിക്കുക. അതിവർത്തനം പറയരുത്. നമ്മൾ എൻ്റെ വർത്തനത്തിലുള്ളൂ. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെങ്കിൽ ആ കാര്യങ്ങൾക്കനുസരിച്ചാണ് നമ്മൾ നീങ്ങേണ്ടത്. അതിനനുസരിച്ച് അതിൻ്റെ അർത്ഥം പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ അവരെ കൂട്ടേണ്ടതിൽ കൂട്ടരുത് എന്നല്ല, പക്ഷെ കരുതിയിരിക്കണം. നമ്മളെ വിശ്വാസത്തെ നശിപ്പിക്കും, നമ്മളെ കുട്ടികളെ നാശാക്കും. കയറിക്കൂടിയത് കണ്ടില്ലേ? നമ്മൾ ഇതൊക്കെ അള്ളാന്റെ ഹബീബിന്റെ ഉമ്മാനെയും ബാപ്പാനെയും ബഹുമാനിക്കാൻ ഉണ്ടാക്കിയ മദ്രസ. മദ്രസയിലെ ഉസ്താദാണ് എൻ്റെ കുട്ടിക്ക് എന്ത് പറഞ്ഞു കൊടുത്തത്? റസൂലുള്ളാഹിന്റെ ഉമ്മയും ബാപ്പയൊക്കെ കാഫറാണ്, ഐറ്റങ്ങൾ നന്നായിട്ടില്ല, ഐറ്റങ്ങൾ നരകത്തിലിരിക്കും. ഇത് എന്നോട് പറഞ്ഞു എൻ്റെ കുട്ടിയാണ്. എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ ഉസ്താദിനെതിരെ നേരെ പിടിക്കാൻ നടക്കണ്ട. പാവാണ്, ഇവരില്ലാത്തോണ്ടിരിക്കും. എന്തുകൊണ്ട് ഇവരില്ലേ? ഇത് ഈ കഴിഞ്ഞ 10 കൊല്ലം മുമ്പ് വരെ ഇവിടെ ജീവിച്ച എല്ലാ സുന്നിയാക്കും അറിയാം. ഇന്ന് എന്ത് ചെയ്ത് ഒഴിവായത്? പറയും എന്തേ? പറയും പറ എന്തേ?
സുന്നി എന്താണ്, സുന്നി അല്ലാത്തതെന്താണെന്ന് ഉസ്താദുമാരെ പോലും പഠിപ്പിച്ചു കൊടുക്കുന്ന പണി സുന്നി പണ്ഡിതന്മാർ ഇപ്പോൾ നിർത്തി. അതാണ് പ്രശ്നം. കന്ന് പൂട്ടണോനെ വരെ അറിയില്ലേ ആമിന ബീവി മഹദിയാണ്? പറയടോ, 25 കൊല്ലം മുമ്പ് ഇവിടെ വിറക് വെട്ടണോൻ എന്തറിയും? പറയേ, ആമിന എന്ന് പറയുമ്പോഴത്തേന് എന്ത് എന്ന് അറിയില്ലേ? ഇപ്പറഞ്ഞ ഇവരും മൗലൂദ് ഓതുമ്പോൾ പറയുന്നുണ്ടാവും എന്തിനാണ് മൗലൂദ് എന്നും ഒരു മനസ്സിലാക്കിയൊരു മൗലൂദ് പറയണം. ഒരു തമാശക്കാരൻ എന്നോട് പറഞ്ഞ് റബീഉൽ അവ്വൽ, എൻ്റെ നാട്ടിലെങ്ങാനും റബീഉൽ അവ്വൽ എന്നും മൗലൂദാണ് മൗലവിമാർക്ക്. എൻ്റെ നാട്ടിലെങ്ങാനും റബീഉൽ അവ്വൽ മാസത്തിൽ റസൂലുള്ള വന്നാൽ ജനങ്ങളൊക്കെ റസൂലുള്ളാഹിനെ കാണാനും പായും, മൗലവിമാരൊക്കെ മൗലൂദിനും പായും. ഒരു തമാശക്കാരൻ എന്നോട് എന്നാലും ചിലവുമ്പോ എൻ്റെ നാട്ടിലെങ്ങാനും റബീഉൽ അവ്വൽ മാസത്തിൽ ളുഹർ നിസ്കാരം കഴിഞ്ഞിട്ട് റസൂലുള്ള വന്നിറങ്ങിയാൽ നാട്ടുകാർ സാധുക്കൾ മുഴുവനും എന്തിനു പായും? റസൂലുള്ളാഹിനെ കാണാൻ പായും, മൗലവിമാരൊക്കെ മൗലൂദിന്. അതെന്താണ്? അതെന്നല്ല, ഓൽക്കത് കഴിഞ്ഞാൽ ചോറ് കിട്ടും, പൈസയും കിട്ടും. ഇത് തമാശക്കാരനോട് പറഞ്ഞാണ്, പക്ഷെ എന്നോട് പറഞ്ഞതാണ്. ആ തമാശക്കാർ ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ട്, ജീവിച്ചിരിപ്പുള്ള ആൾ പറഞ്ഞു. കുറ്റപ്പെടുത്തില്ല. ഇയാളെ ഒരു നാടന്മാർക്ക് വരെ ഈ ധാരണയിലെത്തിയില്ലേ? എന്തുകൊണ്ട്? നമ്മളെ കൽബിൽ ആരില്ലാതായി ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ജലീലാണ് ഹബീബ്. ഇതാ ജലീൽ എന്ന വാക്കിൻ്റെ അത്രയും വളർമുള്ള ആളാണ്. തൊട്ടീമ തൊട്ടാ മതി, തൊട്ടേമ മതി, എന്നാൽ ജയിക്കും. തൊട്ടാ മതി. ഹബീബാ റസൂലുള്ളാഹിനെ തൊട്ട മണ്ണിൽ വാഹനത്തിൽ സഞ്ചരിച്ചില്ല. ആര്? മാലിക് ഇമാം റളിയല്ലാഹു അൻഹു. പ്രമാണം ഉണ്ടോ? മദീനയിൽ സഞ്ചരിക്കരുത്. ഇതാരാ ചെയ്ത്? പറയാ, ആരാ ചെയ്ത്? സയ്യിദുനാ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. എന്റെ അവിടെ കിടക്കുന്നു. ഞാൻ എങ്ങനെ ഇന്നിപ്പോ നമ്മളെല്ലാവരും വാനത്തേക്കറില്ല മദീനയിൽ. എന്തേ? മാലിക് ഇമാമിന്റെ ഈമാനും ഇക്റാമും തഅ്ലീമും നമുക്ക് നഷ്ടപ്പെട്ടു പോയി. കാരണം അല്ലെങ്കിൽ പറയാ മാലിക് ഇമാം മുബ്തദിയാണ്. ഇന്നിപ്പോൾ ഏതെങ്കിലും നിങ്ങളൊരു പള്ളിയിലെ മൂലയിൽ മദീന എത്തിയപ്പോഴത്തിന് എന്നെ എന്ത് ചെയ്ത് വാഹനത്തിന് ഇറങ്ങി നടന്നാൽ നിങ്ങൾ എല്ലാവരും കൂടിയും അയാളും ഒന്നിച്ച് മക്കൾക്ക് മദീനത്ത് ഉംറക്ക് പോയതാണെങ്കിൽ തിരിച്ചു വന്നാൽ നിങ്ങൾ അയാൾ പിരിച്ചുവിടും. നിങ്ങൾ എന്താ പറയുക? അയാളൊരു തനി ഖുറാഫി, അതൊന്നും സഹിക്കൂല. എന്തേ മദീനത്തെ എത്ര അറബികളും മറ്റോ എല്ലാവരും പോകണം, അയാൾ മാത്രം എനിക്ക് സഹിക്കുന്നില്ല. സെക്രട്ടറി പറഞ്ഞു പ്രസിഡന്റ് പറഞ്ഞു സെക്രട്ടറി ആയിക്കോട്ടെ, നല്ലൊരു പാരിതോഷികമൊക്കെ ഉണ്ടാക്കി. റജബൊന്നും ആയിട്ടില്ല, അപ്പം തന്നെ പിരിച്ചുവിട്ടു. ഷാബാനൊന്നും ആണ്ട, മൗലികൾക്ക് ശമ്പളമൊക്കെ കൊടുത്തു. മാന്യതയുള്ള കമ്മിറ്റി തന്നെ ശന്യം പറയാൻ പറ്റൂല. കാരണം അങ്ങനെയാണ് ഖുറാഫിയാകാൻ പാടില്ല. ഞങ്ങൾ എന്നിട്ടാണ് ഇയാടെ നടു കുടുങ്ങി, ഞങ്ങളാ പാലത്തിനോട്ട് കുടുങ്ങി നടക്കാൻ വേണ്ടത്. ആ നഫക്കിൻ്റെ അടിയിലെ കൂടെ ഞങ്ങൾ കാറിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങണ്ടേ? കാറിൽ കയറി പിന്നെ അവിടെ ഇറങ്ങിയിട്ട് ഞങ്ങൾ ഇനി എന്താ അപ്പോഴത്തേന് 10-18 കിലോമീറ്റർ നടക്കണം. എന്നിട്ട് ഇയാൾ ഞങ്ങൾ നടത്തി, ഞങ്ങളൊക്കെ കുഴങ്ങി. ചില ആർക്ക് ബാറ്റിനൊക്കെ പിടിച്ച് 2 ആഴ്ച പിന്നെ ആശുപത്രി കിടന്ന് ഈ മൂലയെ കൊണ്ട് ഇനി എന്തൊക്കെ കുലുമല്ലാവണോ ഇയാൾ എത്തിക്കണേ നമ്മളെ. നമുക്ക് ഇയാളെ മെല്ലെ പറഞ്ഞേക്കാം. എന്താ കാരണം? നമ്മൾ പുറകോട്ട് പോയി. ഈ ലോകം കണ്ട ഖുറാഫിയാണ് ആര്? പറയാൻ വയ്യാത്തതുകൊണ്ടാണ് മാലിക് ഇമാമിനെ ഖുറാഫി എന്ന് വിളിച്ചാൽ നാട്ടിൽ പുറംപൊളിന്ന് പേടിച്ചിട്ടാണ്. അവിടേക്കൊന്നും ഇപ്പോൾ എത്തിയിട്ടില്ല, കുറച്ച് കഴിഞ്ഞാൽ അവിടേക്ക് എത്തും. ഏറ്റവും വലിയ ഖുറാഫി എന്ന് പറയേണ്ടത് ആരെ? പറയടോ, ഏറ്റവും വലിയ ഖുറാഫി എന്ന് പറയേണ്ടത് ആരെയാണ്? ഇമാം മാലിക്കിന് റളിയല്ലാഹു അൻഹു. എന്തേ? ഹാജരിപ്പണിയാ. മദീനയിൽ വാഹനപ്പുറത്തിരുന്നിട്ടില്ല. റസൂൽ നടക്കുന്നുണ്ട്. അപ്പോൾ ലോകം കണ്ട ഏറ്റവും വലിയ ഖുറാഫി തെളിവുണ്ടോ? ഖുറാനിലും തെളിവുണ്ടോ? ഹദീസിൽ തെളിവുണ്ടോ? മദീനയിൽ വാഹനത്തിൽ കയറാൻ പാടില്ല. എന്തേ? വരിൻ്റെ അപ്പുറത്തേക്ക് തിരിയും. എനിക്ക് വരി തന്നെ തിരിയില്ല. സത്യം ഞാനീ പറഞ്ഞ സത്യമാണോ അല്ലേ? സംഗതിയൊക്കെ നല്ല മൂല്യരനോ നമ്മക്ക് വേണ്ട. ആവൂല. ഞങ്ങൾക്കെന്നാണ് മടുത്തയാണ്. എന്തേ പറയില്ലേ? മനുഷ്യന്മാർ പറയില്ലേ? റബ്ബരും അറിയും. ജീവിതത്തിലൊരിക്കൽ മദീനയിൽ വാഹനം കയറിയിട്ടില്ല മാലിക് ഇമാം. നീ ഇതിലും വലിയ ഖുറാഫിയാരാ? ഖുറാഫി എന്ന് പറയാൻ പറ്റാത്തതുകൊണ്ടല്ലേ പറഞ്ഞ ആൺകുട്ടികൾ നാട് പുറത്ത് പണിയെടുക്കും പേടിച്ചിട്ടല്ലേ.
കണ്ടോളി 4 കൊണ്ട് സുന്നി മൂല്യം പറയും. മദീന മാലിക് ഇമാമൊക്കെ ഒരന്തംഗമായിരുന്നു റളിയല്ലാഹു അൻഹു. അതൊക്കെ കേട്ടിട്ട് നിങ്ങൾ മരിച്ചുകൊള്ളൂ. ഇൻഷാ അല്ലാഹ് അതിന് മുമ്പ് ഖിയാമത്ത് ഉണ്ടായിട്ടില്ലെങ്കിൽ മാലിക് ഇമാം ഖുറഫി അതാണ് നിങ്ങൾ കേൾക്കും. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. മാലിക് ഇമാം റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഹദീസ് വിശദീകരിക്കുന്നതിനിടയിൽ ഒരു തേള് കടിച്ചു. മദീന മരുഭൂമിയിലെ തേളിന് പാമ്പിൻ്റെ വിഷം. കോലൊക്കെ മാറി, വിഷം അങ്ങനെ അരിച്ചരിച്ച് കയറുന്നത് ശിഷ്യന്മാർ കണ്ടു. ഒക്കെ വിവരണായി. ഹദീസ് വ്യാഖ്യാനം നിർത്തിയില്ല. ഹദീസ് വ്യാഖ്യാനം സമയങ്ങളോളം എടുത്തു തീർത്തു. ജനം മുഴുവൻ പേടിച്ചു. ഇപ്പം മരിച്ചു പോകും. മനസ്സിലായോ? ആ വ്യാഖ്യാനം തീർന്നിട്ടാണ് ഹദീസ് നിർത്തിയത്. അപ്പോൾ ആളുകൾ ചോദിച്ചു, തേള് കടിച്ചില്ലേ, നിർത്തിക്കൂടായിരുന്നോ? എങ്ങനെ മരിക്കണേ മരിച്ചോട്ടെ. ഒരു തേള് കടിച്ചോന്ന് പേര് ഞാൻ റസൂലുള്ളാഹിന്റെ വാക്ക് മുറിക്കേ മരിച്ചോട്ടെ. ഇതാണ് ആര്? ആ മാലിക്കിൻ്റെ കുട്ടിയാണ് നമ്മളെ ഇമാം ഷാഫി. യാ വലദീന വിളിക്കുക. അതേ നമ്മളെ അഭിമാനം. ഷാഫി ഇമാമി നമ്മളെ അഭിമാനമാണ്. ഷാഫി ഇമാമി ഇങ്ങനത്തെ ഇമാം മാലിക്കിൻ്റെ കുട്ടിയാണ്. ആര് പറ? കുട്ടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥതാനടാ. ഞാൻ പറയല്ലേ, ഞാൻ ഇബ്രാഹിം നിയാസിൽ കൗലഹിയുടെ കുട്ടിയാണ്. ഞാൻ പറയാറുണ്ട്. ഈ ഉപേത്ത് ചെല്ലുന്ന കൗലഹി ഇമാമിൻ്റെ കുട്ടിയാണ്. എൻ്റെ ഷെയ്ഖ് ഇബ്രാഹിം സാലിഹ് ഹുസൈനി തങ്ങൾ അവരുടെ കുട്ടിയാണ്. ഞാൻ അവരുടെ കുട്ടിയാണ്. ഇത് തമാശ പറയല്ല, ഞാൻ നേര് പറയാണ്. ആ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ കുട്ടിയാണ് ഇമാമിനെ ഷാഫിഈ റളിയല്ലാഹു അൻഹു. അപ്പം നമ്മളെ അഭിമാനമാണ്. അത് നമ്മളെ രീതിയാണ്. നമ്മളങ്ങനെ ചെയ്യേണ്ടത്. നമുക്ക് ഈ ലോകത്തെല്ലാം ഹബീബ നബിയാണ്. പരലോകത്തെല്ലാം ഹബീബ നബി തന്നെയാണ്. പരലോകത്തെല്ലാം ഹബീബ നബി, ഈ ലോകത്തെല്ലാം ഹബീബ നബി. ഞാനൊന്ന് സംസ്കരിച്ചു, അള്ളാഹു സ്വീകരിക്കുന്നു എനിക്ക് ഉറപ്പില്ലെന്നെ. കുഞ്ഞുത്തോതിയിട്ടില്ലേ? ഓതിയിട്ടുണ്ട്. പക്ഷെ അള്ളാഹ് സ്വീകരിക്കേണ്ട ഒന്നും എനിക്കറിയില്ല. സ്വീകരിക്കേണ്ട പണിയെടുത്തു അത്ര തന്നെ. എനിക്കത് ഉറപ്പില്ല. ഒന്നുണ്ട്, ജലീലായ ഹബീബിനെ ഞാൻ ഇഷ്ക് ചെയ്താൽ ഞാൻ രക്ഷപ്പെടും. അള്ളാൻ്റെ ഹബീബിൻ്റെ ഇഷ്കൊന്നല്ല രക്ഷപ്പെടും. അള്ളാൻ്റെ ഹബീബേ ഉള്ളുപടെ. ഒന്നുമില്ല. തുടക്കത്തിൽ ഞാൻ പറഞ്ഞു, ഏത് മഹത്വവും റസൂലുള്ളാഹിന്റെ മഹത്വം ഉണ്ടായതാണ്. ഒക്കെ റസൂലുള്ളാഹിയാണ്. എല്ലാം റസൂലുള്ളാഹിയാണ്. എല്ലാം റസൂലുള്ളാഹിയാണ്. അള്ളാഹുവിനോടും റസൂലിനോടും അല്ലാത്ത ഒന്നിനോടും ഒരു മുഅ്മിനിന് ഒരു പ്രതിബദ്ധതയുമില്ല. അള്ളാഹുവിനും റസൂലിനോട് മാത്രമാണ് എല്ലാം. പിന്നെ ഞാൻ പറയാം, ഇപ്പം പറയണ്ട, നടക്കട്ടെ, ഒന്നും കൂടി നടക്കട്ടെ. അതൊന്നും ഞാനിപ്പോൾ വിശദീകരിക്കുന്നില്ല. അതൊന്നൊരു പ്രശ്നമുള്ള കാര്യവുമല്ല. അള്ളാഹുവിൻ്റെ ഹബീബിലേക്ക്, അള്ളാഹുവിൻ്റെ ഹബീബാണ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബ് റസൂലുള്ളാഹ്. ഞാൻ പ്രസംഗിക്കുന്നതിനിടയിൽ ചിലപ്പോൾ സ്വലാത്തില്ല മറന്നു പോകും. അതൊരു രീതിയാണ്. ചിലപ്പോൾ മറന്നു പോവും. അത് മറന്നു പോവുകയാണ്. അത് മറക്കലാണ്. ഓരോ അക്ഷരവും സ്വലാത്തായാൽ പിന്നെന്താ മറന്നുപോകും. ചിലപ്പോൾ മുസ്തഫ നബിയെ സ്വലാത്തിൽ ഞാൻ മറന്നുപോയി. അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന പദത്തിൻ്റെ സ്വലാത്തിനേക്കാൾ എനിക്കിഷ്ടം ദിക്ർ റസൂലില്ലാ, അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ഖൽബിലേക്കലാണ്. ബിദിക്രി റസൂലില്ലാഹി അഅ്ലു വർതഖി. അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ദിക്ർ കൊണ്ട് ഞാൻ അഅ്ലു ഉയരും, വർതഖി ഞാൻ കയറിപ്പോവും. സല്ലല്ലാഹു അലൈഹി വസല്ലം.